പ്രിയപ്പെട്ട യാത്രക്കാരെ, ബേലം ഗുഹയിൽ നിന്നും രക്ഷപ്പെട്ടതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സെക്യൂരിറ്റി ജീവനക്കാരൻ ഗേറ്റ് പൂട്ടിപ്പോയാൽ രാത്രിയിൽ ഒറ്റയ്ക്ക് കഴിയേണ്ടി വരുമല്ലോ എന്ന ഭയം നല്ലതുപോലെ അനുഭവപ്പെട്ട നിമിഷങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ആദ്യമായി സഞ്ചാരി ചാനൽ കാണുന്നവർ ഈ ചാനലും കൂടി ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിരവധി യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അവ വീഡിയോ ആക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ട കൂട്ടുകാർ പറഞ്ഞിട്ടാണ് ഒരു യാത്രാ ചാനൽ തുടങ്ങുന്നത്. എൻ്റെ ഇനിയുള്ള എല്ലാ യാത്രകളും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. മുമ്പ് നടത്തിയ ചില യാത്രകൾ ഇതിൽ വീഡിയോ ആയി ഇട്ടിട്ടുണ്ട്. അവയും നിങ്ങൾ കാണുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഈ ചാനലിൻ്റെ വിജയം. ഏകാന്ത ജീവിതമാണ്. അമ്മയും അപ്പനും ഒന്നുമില്ലാത്തത് കൊണ്ട് സർവസ്വതന്ത്രനാണ്. യാത്രക്കിടയിൽ എന്തു തന്നെ സംഭവിച്ചാലും ആരും വാവിട്ട് കരയുവാനൊന്നും എനിക്ക് ഇല്ല. എങ്ങാനും മരണപ്പെട്ടു പോയാൽ മാതാപിതാക്കളെ അടക്കം ചെയ്ത സെമിത്തേരിയിൽ തന്നെ എന്നെയും അടക്കം ചെയ്യണം എന്നതിൽ കവിഞ്ഞ് യാതൊരുവിധ ആഗ്രഹവും എനിക്ക് ഇതുവരെ ഇല്ല. കൂട്ടുകാരെ, നമ്മൾക്ക് ബേലം കേവിലേക്ക് മടങ്ങി വരാം. സമയം പ്രധാനമാണ്. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. കാരണം ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഗുഹയുടെ ഭാഗത്തേക്ക് എപ്രകാരമാണോ വന്നത് അതുപോലെ തന്നെ തിരിച്ച് നടക്കേണ്ടിയിരിക്കുന്നു. 3 കിലോമീറ്റർ ദൂരമാണ് മുന്നിൽ ഉള്ളത്. മനസ്സിനെ ശാന്തമാക്കിയപ്പോൾ ഒരു ഐഡിയ തെളിഞ്ഞു വന്നു. അതായത് ഇതുവരെയും നടന്നുണ്ടാക്കിയത് മുഴുവൻ ഞാൻ മൊബൈലിൽ വീഡിയോ ആയി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മൊബൈലിൻ്റെ ടോർച്ച് ഓണാക്കിയിട്ടതിനു ശേഷം അവസാനം റെക്കോർഡ് ചെയ്ത വീഡിയോ മുതൽ ഞാൻ കാണുവാൻ തുടങ്ങി. കുറച്ചു ദൂരം വേഗത്തിൽ നടക്കുക, പിന്നെ വീഡിയോ കാണുക, അത് മനസ്സിൽ ഓർത്തു വയ്ക്കുക, എന്നിട്ട് വീണ്ടും നടക്കുക. അങ്ങനെ നടന്നിട്ടും കൂടി 2 പ്രാവശ്യം തിരിച്ചു വരുന്ന വഴിയിൽ ഗുഹയുടെ വേറെ അറകളിലേക്ക് കടന്നു പോകുന്ന അവസ്ഥ എനിക്കുണ്ടായി. പിന്നെ അധികം ദൂരം നടക്കേണ്ടി വന്നില്ല. കാരണം അവ പെട്ടെന്ന് അവസാനിക്കുന്ന തരത്തിലുള്ളതും അവസാന ഭാഗത്ത് അറകൾ ഉള്ളതുമായ ഗുഹകൾ ആയിരുന്നു. കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും ഈ അറകളിൽ മനുഷ്യവാസം ഒരു കാലത്ത് ഉണ്ടായിരുന്നതായിട്ട്. ഇരിക്കുവാനുള്ള കല്ലുകൾ, കിടക്കുവാനുള്ള വിരിച്ച ഗ്രാനൈറ്റ് പാളികൾ, വിളക്ക് വയ്ക്കുവാനുള്ള പീഠങ്ങൾ, പാറമേൽ മണ്ണുകൊണ്ട് തീർത്തിട്ടുള്ളവ കാണുവാൻ കഴിഞ്ഞു. ബുദ്ധ സന്യാസിമാർ ആയതിനാലാകണം ശിലാലിഖിതങ്ങൾ ഒന്നും കാണുവാൻ കഴിഞ്ഞില്ല. കുറച്ചു വരകൾ മാത്രമാണ് പാറകളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അവ ലിപികൾ അല്ലെന്ന് വ്യക്തമാണ്. തിരിച്ചുള്ള നടത്തം വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ടാണെങ്കിൽ തന്നെയും ഞാൻ ഗുഹാ ഇടനാഴിയിലൂടെ വളരെ വേഗം ഓടുകയായിരുന്നു എന്ന് തന്നെ പറയാം. വിയർത്ത് കുളിച്ചു പോകുമ്പോൾ 2 പാറകളുടെ വിടവിൽ കൂടി ശരീരം ഞെരിഞ്ഞ് ഒത്തിരി ദൂരം നടക്കേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. മടക്കം വരുമ്പോഴും പോയ അത്ര ബുദ്ധിമുട്ട് എനിക്ക് തിരിച്ചു വരുവാനായിട്ട് നേരിട്ടില്ല. പക്ഷേ 2 അടി മാത്രം വ്യാസമുള്ള തുരങ്കത്തിലൂടെ 3 മീറ്റർ ദൂരം ഇഴഞ്ഞു നീങ്ങേണ്ടതായ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് എത്തിയപ്പോൾ മറുവശത്ത് വെളിച്ചമല്ലാതെ മറ്റൊന്നും ഈ ഭാഗത്തേക്ക് കാണുവാൻ കഴിയാത്ത ഒരു ഏരിയയാണ്. മുകളിലെല്ലാതും തന്നെ പാറക്കെട്ടുകളാണ്. അപ്പം അതുകൂടെ ഒന്നും പ്രവേശനമില്ല. ഇതുകൂടെ മാത്രമേ, ഈ ഒരു ഗ്യാപ്പ് കൂടെ മാത്രമേ തൊട്ടപ്പുറത്തെ ഭാഗത്തേക്ക് എത്തുവാനായിട്ട് നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ പുറത്ത് ബാഗിട്ട് കൈ മുട്ടുകൊണ്ട് കിടന്നുകൊണ്ട് ഇഴഞ്ഞാണ് പോയത്. പക്ഷെ തിരിച്ചു വരുമ്പോൾ എനിക്ക് പുറത്തിട്ടിട്ടുള്ള ബാഗ് ആ ഗുഹയുടെ അകത്തേക്ക് കയറ്റുവാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാഗ് താഴ്ത്തി വെച്ചിട്ട് ബാഗിൻ്റെ ഉള്ളിൽ നിന്നും സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ച് ബാഗ് പതുക്കെ തള്ളി നീക്കി ഒത്തിരി പാടുപെട്ട് നിരങ്ങി നീങ്ങിയാണ് ഞാൻ പുറത്ത് എത്തിയത്. ബാഗിൻ്റെ പണി അതോടുകൂടി തീർന്നു കേട്ടോ. അതിൻ്റെ ബാഗിൻ്റെ വള്ളി പാറയിൽ ഉടക്കി അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കീറിപ്പോയി. വെള്ളം ദാഹം വളരെയധികം, വെള്ളത്തിനായിട്ട് എനിക്ക് ദാഹിച്ചു.
തൊണ്ട വരൾച്ച നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്രഷറിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഞാനത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ നടക്കുന്നത്. പക്ഷേ ഈ വിയർപ്പ് കണ്ടമാനം വിയർത്ത് പോവുകയായിരുന്നു. അല്പം നിന്ന് വീഡിയോ ഓണാക്കി വീണ്ടും സ്ഥലത്തെക്കുറിച്ച് മനസ്സിലൊരു ധാരണ വെച്ച് ഓട്ടം തന്നെ ഓട്ടം. അല്പം സമാധാനമായത് ചെളി നിറഞ്ഞ ഇടനാഴിയിൽ എത്തിയപ്പോഴാണ്. അതായത് ആ ഭാഗം എനിക്ക് നല്ലപോലെ ഓർമ്മയിൽ വന്നു. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 കിലോമീറ്റർ ദൂരം മൊത്തം ചെളിയാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഷൂവിൽ ചെളിയാകാതെ ഇരിക്കുവാനായിട്ട് സൈഡിലെ പാറകളിൽ അളിപ്പിടിച്ച് വളരെ സൂക്ഷിച്ച് ചെളിയിൽ വീഴാതെ നടന്നുപോയ ഞാൻ തിരിച്ചു വരുമ്പോൾ ആ സാഹസത്തിന് നിന്നില്ല. നേരെ ചെളിയിലൂടെ നടത്തം തുടങ്ങി. കാൽമുട്ട് വരെ ചെളിയായിരുന്നു. അതും പശ പോലെ ഒട്ടുന്ന കളിമണ്ണ്. ഒരു സ്റ്റെപ്പ് വെച്ച് അടുത്ത സ്റ്റെപ്പ് വെക്കുവാൻ പെട്ട പാട് എനിക്കും ദൈവത്തിനും മാത്രമേ അറിയുള്ളൂ. ആ സൈഡിലെ പാറകളിൽ ഞാൻ ബലം കൊടുത്ത്, കൈകളിൽ മാക്സിമം ബലം കൊടുത്ത് ആ ഒരു കാല് അകത്തി വെച്ച് മറ്റു കാല് പിടിച്ച് പൊന്തിക്കുക തന്നെ ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. അത്രയ്ക്കും ചളിയായിരുന്നു. ആ ചളി ഭയങ്കര ഒട്ടലുള്ള ചളിയായിരുന്നു. അങ്ങനെയാണ് ആ ഇടനാഴി പിന്നിട്ടത്. അത് കഴിഞ്ഞ് ഷൂവും സോക്സും ഊരി ഞാൻ കയ്യിൽ പിടിച്ചു. പിന്നെ മൊബൈൽ വീഡിയോ നോക്കാനൊന്നും പോയില്ല. എനിക്ക് വഴി ഓർമ്മ വന്നു. വളരെ വേഗം ഞാൻ തിരിച്ച് നടന്നു. സഞ്ചാരികളെ 4 മണി കഴിഞ്ഞാൽ കടത്തിവിടില്ല. ഉള്ളവർ എല്ലാം പോയിരിക്കുന്നു. ഒരുവിധം ഞാൻ ഓടി പുറത്തെത്തി. അവിടെയുള്ള സെക്യൂരിറ്റിക്കാരൻ എന്നെ കണ്ടിട്ട് ആന്ധ്രയിൽ നല്ല ചീത്തവിളിയാണ്. കൈകൊണ്ട് ആക്ഷൻ കാട്ടി എന്തൊക്കെയോ വിളിച്ചു പറയുന്നുമുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. ഗുഹയ്ക്ക് പുറത്തേക്കുള്ള സ്റ്റെപ്പ് കയറുമ്പോൾ ഞാൻ മനസ്സിൽ തീരുമാനിച്ചു, ഇനി ജീവിതത്തിൽ ഒരിക്കലും ഇത്തരം സാഹസത്തിന് പോകുകയില്ല എന്ന്. കാല് കഴുകാനുള്ള പൈപ്പ് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഇവിടെ ഞാൻ കാല് കഴുകാനായിട്ട് നിൽക്കുമ്പോൾ തിരിച്ചു പോകാനായിട്ട് നിൽക്കുന്ന സഞ്ചാരികളുടെ വാഹനത്തിൻ്റെ ഡ്രൈവർ എവിടുന്ന് വരുന്നു എന്ന് എന്നോട് ഹിന്ദിയിൽ ചോദിച്ചു. കേരളത്തിൽ നിന്ന്. അപ്പോൾ ടിക്കറ്റ് കൊടുക്കുന്ന ചേട്ടൻ ആന്ധ്രയിൽ എന്തോ ഉറക്കെ പറയുന്നുണ്ടായിരുന്നു. ഡ്രൈവർ ചേട്ടായി പരിഭാഷപ്പെടുത്തി തന്നു, ഹിന്ദിയും ഇംഗ്ലീഷും വെച്ച്. ഇത്ര നേരം നിങ്ങൾ ഗുഹയിൽ എന്തെടുക്കുകയായിരുന്നു? പൂട്ടിപ്പോയാൽ എന്തു ചെയ്യും? ഞാൻ പറഞ്ഞു, ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇവിടെ നിന്നും കണ്ടെടുത്ത പുരാവസ്തുക്കൾ അനന്തപൂരിലെ മ്യൂസിയത്തിലാണല്ലോ സൂക്ഷിച്ചിട്ടുള്ളത്. അതിൻ്റെ ബാക്കി കുറച്ച് മുത്തുകളും ക്രിസ്റ്റലുകളും ഗോൾഡും പാത്രങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട്. അത് ജർമ്മൻ ഗവേഷകർ പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും കൂടി മിക്സ് ആക്കിക്കൊണ്ട് ഡ്രൈവർ ചേട്ടായിയോട് ഇങ്ങനെ ഞാൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ മൊബൈലിനകത്ത് മെറ്റൽ ഡിറ്റക്ടർ ആപ്പ് ഓണാക്കിയിട്ട് അവർക്ക് നമ്മുടെ ഈ കണ്ട ഗുഹയിലെ മെറ്റലിൻ്റെ സാന്നിധ്യവും ക്രിസ്റ്റലിൻ്റെ സാന്നിധ്യവും ഒക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഡ്രൈവർ ആന്ധ്രാക്കാരനോട് പറയുന്നു, അയാൾ എൻ്റെ മൊബൈൽ വാങ്ങി പരിശോധിക്കുന്നു. എല്ലാ മെറ്റൽ സാന്നിധ്യവും 80% മുതൽ 100% വരെയാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 100 വാട്ടിൻ്റെ ബൾബിൻ്റെ പ്രകാശം പോലെയാണ് ടിക്കറ്റ് കീറി തന്ന ചേട്ടൻ്റെ മുഖത്ത് ഞാൻ അപ്പോൾ കണ്ടത്. ഇനി അവര് ഞാൻ കാണിച്ചു കൊടുത്ത മൊബൈലിലെ ഗോൾഡും ക്രിസ്റ്റലും വിലപിടിപ്പുള്ള ആഭരണങ്ങളും അതിനകത്തുണ്ടാകും, അല്ലെങ്കിൽ അത് എടുക്കാൻ പറ്റുമെന്ന് കരുതിക്കൊണ്ട് അവർ ആ ഗുഹ മുഴുവൻ എന്തായാലും നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എങ്ങനെ നടന്നാലും പെട്ടെന്നൊന്നും തിരിച്ചു വരാൻ എളുപ്പമല്ല അതിനുള്ളിൽ പെട്ടുപോയാൽ. കൃത്യം 1 മണിക്കൂറും 50 മിനിറ്റ് സമയവുമാണ് 3 കിലോമീറ്റർ ദൂരം ഗുഹയിൽ നിന്നും തിരിച്ചു നടക്കുവാനായിട്ട് ഞാൻ എടുത്തത്. സോക്സ് മടക്കി കവറിനകത്ത് ആക്കി ബാഗിലിട്ടു. ഷൂ കഴുകി തുടച്ച് കാലിലിട്ടു. കൃത്യം 4:50 ബേലം ഗുഹയുടെ ടിക്കറ്റ് കൗണ്ടറിനടുത്തു നിന്നും ഞാൻ പ്രധാന കവാടത്തിലേക്ക് നടന്നു. 5:35 ബനഗനപ്പള്ളി ടൗണിലേക്കുള്ള ബസ് വന്നു. ഇന്നത്തെ രാത്രി സ്റ്റേ ചെയ്യുന്നത് ബനഗനപ്പള്ളി ടൗണിൽ തന്നെയുള്ള ഒരു ഡോർമെട്രിയിലാണ്. വെറും 150 രൂപ മാത്രമാണ് ഒരു രാത്രി താമസിക്കുവാനുള്ള ചാർജ്. അടുത്ത ദിവസം ബനഗനപ്പള്ളി നവാബിൻ്റെ കൊട്ടാരത്തിലെ കാഴ്ചകളും ചരിത്രവും നമ്മൾക്ക് കാണാം. എല്ലാവരും സഞ്ചാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നോടൊപ്പമുള്ള യാത്രകളിൽ പങ്കുചേരുമല്ലോ. ഏവർക്കും നന്ദി.